A+2 സ്വാഗതം. ഇന്ന് വാർദ്ധക്യകാല പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത്. ദേശീയ വാർദ്ധക്യകാല പെൻഷൻ എന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. ഈ പെൻഷൻ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഇതിലുണ്ട്. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും നിങ്ങൾ കാണണം. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങളും ഈ ചാനലിൽ മുൻപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാർദ്ധക്യകാല പെൻഷൻ കൂടാതെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ സംബന്ധിച്ച വിവരവും ഉൾപ്പെടുത്തിയിരുന്നു. അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പ്ലേ സ്റ്റോറിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന ഭാഗത്ത് പോയാൽ എല്ലാ പെൻഷനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും അറിയാൻ കഴിയും. ഇന്ന് ആദ്യം ഈ ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ആർക്കൊക്കെ ലഭിക്കും, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം വിവരിക്കുന്നു. അതിനുശേഷം അപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കണം എന്നുള്ളതും പറയുന്നു. ആദ്യം അറിയേണ്ടത് 1,00,000 രൂപയിൽ കവിയാത്ത വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ഈ പെൻഷന് അർഹതയുള്ളത്. സർവീസ് പെൻഷനോ ഫാമിലി പെൻഷനോ വാങ്ങുന്നവരായിരിക്കരുത്. ഇൻകം ടാക്സ് അതായത് ആദായ നികുതി നൽകുന്നവരായിരിക്കരുത്. അപേക്ഷകൻ്റെ പേരിലോ ഫാമിലിയുടെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കാൻ പാടില്ല. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ മാനദണ്ഡം ബാധകമല്ല. 1000 cc കൂടുതൽ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അംബാസഡർ കാർ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പ്രത്യേകം ഓർക്കുക. അപേക്ഷകൻ്റെ പേരിൽ സ്വന്തമായുള്ള വാഹനത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ ആയിരിക്കരുത് എന്നുണ്ട്. ഈ അപേക്ഷയിലെ മറ്റ് ചില കാര്യങ്ങൾ ഉള്ളത്: യാചകൻ ആയിരിക്കാൻ പാടില്ല. അഗതി മന്ദിരത്തിലെ അന്തേവാസി ആയിരിക്കാനും പാടില്ല. 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കണം. കേരളത്തിൽ 3 വർഷമായി സ്ഥിര താമസം ഉള്ളവരായിരിക്കണം. മറ്റേതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായിരിക്കാനും പാടില്ല. സ്ഥിരമായി താമസിക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലാണ് ഈ അപേക്ഷ നൽകാൻ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് ഇതിന് അപേക്ഷ നൽകാൻ. 20 വയസ്സ് കഴിഞ്ഞ പുത്രൻ ഉണ്ടെങ്കിലും അയാൾ കുടുംബം നോക്കുന്നില്ല എന്ന് തദ്ദേശ സ്ഥാപനത്തിന് ബോധ്യമുണ്ടെങ്കിൽ ഈ പെൻഷൻ അനുവദിക്കുന്നതിന് നിയമം അനുവദിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക ഫ്ലോറിംഗ്, കോൺക്രീറ്റിംഗ് ഉൾപ്പെടുന്ന ഏതെങ്കിലും വീട് സ്വന്തമായി ഉണ്ടായിരിക്കുകയോ അത്തരം വീട്ടിൽ താമസിക്കുന്നവരോ ആയിരിക്കാൻ പാടില്ല. ഈ മാനദണ്ഡങ്ങൾ കൂടാതെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഇത് അനുവദിക്കുന്നത്. ഇനി നമുക്ക് അപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കണം എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ പേര്, അതുപോലെ ഇംഗ്ലീഷിലും മലയാളത്തിലും പേര് എഴുതേണ്ടതുണ്ട്. നിങ്ങളുടെ അതിൽ കാണിക്കുന്ന ഈ സ്പെല്ലിംഗ് കൃത്യമായിരിക്കാനും ഇനിഷ്യൽ ചേർക്കാനും നിങ്ങൾ ഓർക്കണം. ഇനിഷ്യൽ പേരിന് ശേഷം ചേർത്താൽ മതിയാവും. ജനന തീയതി ചേർക്കണം. പൂർണ്ണമായ മേൽവിലാസം കാണിക്കണം. അതിൽ കെട്ടിട നമ്പർ, വീട്ടുപേര്, പോസ്റ്റൽ പിൻകോഡ് എന്നിവ കാണിക്കണം. റെസിഡൻസ് അസോസിയേഷനുള്ള വീട്ടു നമ്പർ ഏതാണെന്ന് കാണിക്കണം. റെസിഡൻസ് അസോസിയേഷൻ്റെ പേര് കാണിക്കണം. നിങ്ങൾക്ക് കെയർ ഓഫായി ഒരു മേൽവിലാസമുണ്ടെങ്കിൽ അതും കാണിക്കേണ്ടതുണ്ട്. വീടിൻ്റെ സ്ഥാനം സൂചിപ്പിക്കുന്നതിന്, അതായത് വീടിന് സമീപം സർക്കാർ സ്ഥാപനം, ആരാധനാലയം, ശ്മശാനം, ബാങ്ക്, സ്വകാര്യ സ്ഥാപനം, ട്രാൻസ്ഫോമർ എന്നിവയിൽ ഏതെങ്കിലും നിങ്ങൾ കാണിക്കണം. കാരണം ഈ അപേക്ഷകൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന് നേരിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി ആണ് ഇത് കാണിക്കാൻ പറയുന്നത്. വീട് സ്ഥിതി ചെയ്യുന്ന റോഡിൻ്റെ സ്ഥലത്തിൻ്റെയും പേര് നിങ്ങൾ വ്യക്തമായും എഴുതേണ്ടതുണ്ട്. പ്രധാന സ്ഥലപ്പേര്, വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭാഗത്തുള്ള പൊതുവായ പേരാണ് എഴുതി ചേർക്കാൻ ഉള്ളത്. ഇനി തദ്ദേശ സ്ഥാപനത്തിൽ പെൻഷനറുടെ ഈ അപേക്ഷകൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന പുതിയ ഇലക്ടറൽ വാർഡ് ഏതാണെന്ന് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അത് വിട്ടുപോകാതിരിക്കണം. പോസ്റ്റ് ഓഫീസിൻ്റെ പേരും പിൻകോഡും നിങ്ങൾ എഴുതണം.
പുരുഷനാണോ സ്ത്രീയാണോ എന്നെഴുതണം. നിങ്ങൾക്ക് അവശതയുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം നിങ്ങൾ എഴുതി ചേർക്കണം. പൊതുവിഭാഗത്തിലോ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആണോ എന്നുള്ളത് നിങ്ങൾ എഴുതി ചേർക്കേണ്ടതുണ്ട്. കേരളത്തിൽ താമസമായിട്ട് എത്ര വർഷമായെന്ന് അപേക്ഷയിൽ എഴുതേണ്ടതുണ്ട്. ഈ അപേക്ഷകൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളതും ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ റേഷൻ കാർഡിൻ്റെ നമ്പർ കാണിക്കണം. ഈ അപേക്ഷിക്കുന്ന വ്യക്തി BPL കാർഡ് ഉടമയാണോ എന്നുള്ളത് എഴുതണം. ഇലക്ടറൽ തിരിച്ചറിയൽ കാർഡ്, അതായത് ഇലക്ഷൻ ID നമ്പർ എഴുതണം. ആധാർ നമ്പർ എഴുതണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാർ കൈവശം ഇല്ലാത്ത ആളുകൾ 80 വയസ്സ് കഴിഞ്ഞ ആളുകളോ മറ്റോ ആണെങ്കിലും കിടപ്പ് രോഗികൾ ആണെങ്കിലും അക്കാര്യം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഈ സ്വയം ബോധ്യപ്പെട്ട പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മറ്റും അടിസ്ഥാനത്തിൽ പെൻഷൻ അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട്. അപേക്ഷകൻ്റെ പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ എഴുതണം. അക്കൗണ്ട് ഉണ്ടായിരിക്കണം, കാരണം ഇത് അയച്ചു നൽകാൻ ഉള്ളതാണ്. ഈ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് കുഷ്ഠം, ക്ഷയം, അർബുദം എന്നിവയ്ക്കുള്ളതല്ലാതെ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങളോ പെൻഷനോ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് എഴുതേണ്ടതുണ്ട്. അപേക്ഷകൻ അഗതിയാണോ എന്ന് എഴുതേണ്ടതുണ്ട്. അഗതി മന്ദിരത്തിലെ അന്തേവാസിയാണോ അപേക്ഷകൻ എന്നും എഴുതേണ്ടതുണ്ട്. മറ്റാരുടെയെങ്കിലും ആശ്രിതനായി ജീവിക്കുന്ന വ്യക്തിയാണോ അപേക്ഷകൻ എന്ന് കാണിക്കേണ്ടതുണ്ട്. യാചകനാണോ അല്ലയോ എന്ന് കാണിക്കണം. അവിവാഹിതനാണോ എന്ന് കാണിക്കേണ്ടതുണ്ട്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടോ? അപേക്ഷകൻ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് കാണിക്കണം. അപേക്ഷകൻ ഭർത്താവാണെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് കാണിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തിയായ ആൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം കാണിക്കണം. പ്രായപൂർത്തിയായ അവിവാഹിതരായ പെൺമക്കളുടെ എണ്ണം കാണിക്കണം. മൂത്ത മകൻ്റെ പ്രായം, ആ വ്യക്തിയുടെ ജനന തീയതി എന്നിവ കാണിക്കേണ്ടതുണ്ട്. വിശദമായ വരുമാന സർട്ടിഫിക്കറ്റ്, ആകെ വാർഷിക വരുമാനം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരം കാണിക്കേണ്ടതുമുണ്ട്. പിന്നീട് ഒരു ഡിക്ലറേഷൻ നിങ്ങൾ നൽകണം. മുകളിൽ കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ വിശ്വാസത്തിൽ സത്യമാണെന്ന്, അറിവിലും വിശ്വാസത്തിലും സത്യമാണെന്ന് ഞാൻ അറിയിക്കുന്നു എന്നുള്ളത് എഴുതേണ്ടതുണ്ട്. ഇനി നിങ്ങൾ രേഖകൾ എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപന പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൻ്റെ ആദ്യ പേജിൻ്റെയും ഈ അപേക്ഷകൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ പേജിൻ്റെയും ഫോട്ടോ കോപ്പി ഹാജരാക്കണം. ഇലക്ടറൽ കാർഡ്, ആധാർ കാർഡ് എന്നീ രേഖകളുടെ ഇരുവശങ്ങളുടെയും ഫോട്ടോ കോപ്പി ഹാജരാക്കണം. ഈ അപേക്ഷിക്കുന്ന വ്യക്തി 60 വയസ്സ് തികഞ്ഞിരിക്കുന്ന രേഖ കാണിക്കണം. അപേക്ഷകൻ്റെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയുന്നില്ലെന്ന് ഉള്ള ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. അപേക്ഷകൻ്റെ പേരിൽ ദേശസാൽകൃത ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫോട്ടോ കോപ്പി ഇതും ഹാജരാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, ജോയിൻ്റ് അക്കൗണ്ട് ഇതിനു വേണ്ടി സ്വീകരിക്കുന്നതുമല്ല. ഇപ്പോൾ നിങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമായുള്ള ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്ന വിവരമാണ് ഇതുവരെ നിങ്ങൾക്ക് ഈ ചാനൽ പങ്കുവച്ചത്. തുടർന്നും മറ്റ് പെൻഷനുകളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇനിയും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.